ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് ഈ വീഡിയോയിൽ നാം പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ് അല്ലെങ്കിൽ സെയിൽ ബൈ നോൺ ഓണേഴ്സ്. അതായത് ഓണർഷിപ്പ് ഇല്ലാത്ത വ്യക്തികളെയാണ് നോൺ ഓണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടേതായിട്ട് ഇല്ലാത്ത, നമ്മുടെ ഓണർഷിപ്പിലല്ലാത്ത ഒരു അസറ്റ് വിൽക്കുന്ന വ്യക്തിയെയാണ് നോൺ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ റൂൾ റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇസ് ദാറ്റ് നോ വൺ ക്യാൻ ഗിവ് ദാറ്റ് വിച്ച് ഹി ഹാസ് നോട്ട് ഗോട്ട്. സ്വന്തമായിട്ട് കൈവശമില്ലാത്തൊരു സാധനം ഒരാൾക്കും വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ റൂൾ അനുസരിച്ച്. ജനറൽ റൂള്, നമ്മുടേതല്ലാത്തൊരു സാധനം വേറൊരാളുടെ ഒരു സാധനം എടുത്തിട്ട് നമുക്കൊരിക്കലും വിൽക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ റൂൾ അതാണ്. ദിസ് ഇസ് ഫ്രോം ദ ലാറ്റിൻ മാക്സിം നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ്. ദിസ് ഇസ് no one can give to another person a title better than what he himself has. അവനവനില്ലാത്ത ഒരു ടൈറ്റിൽ, നമ്മുടേതല്ലാത്തൊരു ടൈറ്റിൽ ഒരാൾക്കും മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല. ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ പേഴ്സൺ ഹു ഈസ് നോട്ട് ഓണർ ദെയറോഫ് ആൻഡ് ഹു ഡസ് നോട്ട് സെൽ ദം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. സ്വന്തമായിട്ട് ഗുഡ്സ് ഇല്ലാത്ത ഒരാൾക്ക് ആ ഒരു ഗുഡ്സ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ അതിൻ്റെ റിയൽ ഓണറുടെ സമ്മതം ഉണ്ടായിരിക്കണം. ഇനി ഇതിന് certain എക്സെപ്ഷൻസ് ഉണ്ട് ഈ ജനറൽ റൂളിന്. ഫസ്റ്റ് വൺ, സെയിൽ അണ്ടർ ദ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഓണർ ഓർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. അതായത് ഓണർഷിപ്പിലുള്ള ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു അസറ്റ് വേറൊരു വ്യക്തിയുടെ വെൻ ദ ഓണർ ബൈ ഹിസ് കണ്ടക്ട് ഓർ ആക്ട് ലീഡ് ദ ബയർ ടു ബിലീവ് ദാറ്റ് ദ സെല്ലർ ഹാസ് ദ അതോറിറ്റി ടു സെൽ. അപ്പോൾ എക്സിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു അസറ്റ്, എക്സ് വൈ ആണ് അവിടെ ബയ്യർ, സെഡ് ആണ് അതിൻ്റെ ഓണർ എന്ന നിലയിൽ ബിഹേവ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദെൻ സെഡിൻ്റേതായ രീതിയിൽ ആ അസറ്റ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബയ്യർക്ക് ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിലിനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, സെയിൽ ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. അതായത് മെർക്കൻറ്റൈൽ ഏജൻറ്റ്, കമേഴ്ഷ്യൽ ഏജൻസിന് ഒരു ഓണർഷിപ്പ് ഇല്ലാത്തൊരു ഗുഡ്സ് ബയ്യർക്ക് വിൽക്കാനുള്ള അതോറിറ്റി ഉണ്ട്. പല അസറ്റും ഓണർഷിപ്പ് ഇല്ലാതെ തന്നെ കമേഴ്ഷ്യലായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്താൻ ഏജൻറ്റുകളെ വെച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ബയ്യർക്ക് അങ്ങനെയുള്ള കേസിലും ഓണർഷിപ്പ് കിട്ടും. അടുത്തത്, ജോയിൻ്റ് ഓണേഴ്സ്. ഒരു ഗുഡ്സിന് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഓണർക്ക് ആ ഗുഡ്സിൻ്റെ ഫുൾ പൊസഷൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബയ്യർക്ക് ആ ടൈറ്റിൽ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സെവറൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളുടെ മാത്രം പൊസഷൻ ആയിരിക്കില്ല, അത് പല ആൾക്കാരുടെ ജോയിൻ്റ് ഓണർഷിപ്പിലുള്ളായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കൺസെൻറ്റോടു കൂടി ഈ ഗുഡ്സ് ഒരു സിംഗിൾ ഓണർക്ക് അല്ലെങ്കിൽ ജോയിൻ്റ് ഓണറിൽ ഏതെങ്കിലും ഒരാൾക്ക് പർച്ചേസർക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബയ്യർക്ക് അതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തത്, സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റെയിൻ അണ്ടർ വോയിഡബിൾ എഗ്രിമെൻറ്റ്. വോയിഡബിൾ എഗ്രിമെൻറ്റിലൂടെ ഒരാൾക്ക് ഒരു ഗുഡ്സിൻ്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ ബയ്യർക്ക് ആ ഗുഡ്സിൻ്റെ പൊസിഷൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആ ബയ്യർക്ക് അതിൻ്റെ ടൈറ്റിൽ എക്വയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അടുത്തത്, സെയിൽ ബൈ ദ സെല്ലർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽസ്. ആഫ്റ്റർ സെയിൽസിൽ ഒരു ഗുഡ്സ് നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം ആ ഗുഡ്സിൻ്റെ പൊസിഷൻ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ബയ്യർ അതിൻ്റെ പൊസിഷൻ എക്വയർ ചെയ്യാതെ സെയിലിന് ശേഷവും സെല്ലറുടെ കയ്യിൽ തന്നെയാണ് ആ ഗുഡ്സ് നിലനിൽക്കുന്നതെങ്കിൽ സെല്ലർക്ക് ഈ ഗുഡ്സ് മറ്റാർക്കെങ്കിലും വിൽക്കാനും ആ ബയ്യർക്ക് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അക്വയർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഓണർഷിപ്പും പൊസിഷനും നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ ആ സെല്ലർക്ക് മറ്റാർക്കെങ്കിലും വിൽക്കാനും വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ബയ്യർക്ക് അതിൻ്റെ പൊസിഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തത്, സെയിൽ ബൈ ബയ്യർ ഇൻ പൊസിഷൻ ആഫ്റ്റർ സെയിൽസ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തത്, റീസെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. അതായത് ഒരു ഗുഡ്സ് വാങ്ങിയതിന് ശേഷം ആ ഗുഡ്സിന് പേയ്മെൻറ്റ് ബയ്യർ നൽകിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സെല്ലറെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അൺപെയ്ഡ് സെല്ലർക്ക് അത് മറ്റാർക്കെങ്കിലും
അതായത് വാങ്ങിയ ബയ്യറെ അല്ലാതെ മൂന്നാമതൊരാൾക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് ആ ഗുഡ്സ് വിൽക്കാം. വിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഓണർഷിപ്പ് ആ വാങ്ങുന്ന വ്യക്തിക്ക്, പൈസ കൊടുത്ത വ്യക്തിക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തത് സെയിൽ അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് അതർ ആക്ട്. മറ്റേതെങ്കിലും ആക്റ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് ഓണർഷിപ്പ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഗുഡ്സ് ഒരു തേർഡ് പാർട്ടീസിന് വിൽക്കാനും ആ തേർഡ് പാർട്ടിക്ക് അതിൻ്റെ പൊസഷൻ കിട്ടാനും ഉള്ള റൈറ്റ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ എക്സെപ്ഷൻസ്.